ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജനറൽ ടോപ്പിക്കാണ്. ജനറൽ ടോപ്പിക് എന്ന് മീൻസ് അത് സി എ ഇൻ്റർനും സി എ ഫൗണ്ടേഷനും എല്ലാ ലെവൽസിനും, അതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രിക്കും പ്ലസ് ടുവിനും എല്ലാത്തിനും നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു സ്ലിപ്പറി ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഇത് ഒന്ന് റെഡി ആകാൻ കുറച്ച് പല ആൾക്കാർക്കും കൺഫ്യൂഷനുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് ഡിപ്രീസിയേഷനും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനും ഒക്കെ. അപ്പോൾ ഈ കൺഫ്യൂഷൻ നമുക്ക് ഇന്നൊന്ന് തീർക്കാം. അതായത് ഞാനിന്ന് മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ ഡിപ്രീസിയേഷനും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനും തമ്മിലുള്ള ഡിഫറൻസും, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പ്രാക്ടിക്കലി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ എന്താണ്? എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്കാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു മെഷീനറി വാങ്ങിച്ചു, ഒരു 5 വർഷത്തേക്ക്, ഒരു 5 ഇയറിനേക്ക് നമ്മൾ എന്ത് ചെയ്തു, 5 ഇയർ ലൈഫുള്ള ഒരു മെഷീനറി വാങ്ങിച്ചു. ഇതെന്താണ്? നമ്മുടെ അസറ്റാണ്. അപ്പോൾ ഈ അസറ്റിന് എന്തുണ്ടാവും? അസറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു മെഷീനറി വാങ്ങിച്ചാൽ ആ മെഷീനറിൻ്റെ വാല്യൂ നമ്മൾ കൂടുകയാണോ ചെയ്യുക? ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ കുറയാണോ ചെയ്യുക? അപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് അതിന് തുരുമ്പെടുക്കും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഓരോ കൊല്ലം കഴിയുന്നവരും, അപ്പോൾ 5 കൊല്ലം ആകുമ്പോഴത്തേക്കും ആ മെഷീനറി ഏതാണ്ട് ഇല്ലാതായിട്ടുണ്ടാവും, അതായത് സ്ക്രാപ്പ് മാത്രമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിനാണ് എന്ത് പറയുക, നമ്മൾ ലൈഫ് എത്ര ഇയർ ലൈഫ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് അതിനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു മെഷീനറിക്ക് നമ്മൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? അതായത് ഇത് നമ്മൾ ഒരു വൺ ടൈം ആയിട്ട് വാങ്ങുന്നതാണ്. ഒരു 10 ലക്ഷം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇയറിൽ വാങ്ങും. എന്നിട്ട് ഇത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ഒരിക്കലും കാണിക്കൂല. കാരണം എന്താ, ഇത് 5 കൊല്ലത്തേക്കുള്ള സാധനമാണ്. 5 കൊല്ലത്തേക്കുള്ള സാധനം ഒറ്റ കൊല്ലത്തേക്ക് നമ്മൾ എന്തായിട്ട് എടുക്കാൻ പാടില്ല, എക്സ്പെൻസ് ആയിട്ട് എടുക്കാൻ പാടില്ലല്ലോ. കാരണം ഇത് 5 കൊല്ലത്തേക്കുള്ളതാണ്. അപ്പോൾ ഈ കൊല്ലം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഈ കൊല്ലം 10 ലക്ഷത്തിൻ്റെ ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല ഇമ്പാക്റ്റ് ചെയ്യും. കാരണം അത്രയും വലിയ എമൗണ്ടാണ്, അതുപോലെ തന്നെ 5 വർഷത്തേക്കുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 5 കൊല്ലത്തേക്കുള്ള കോസ്റ്റാണ്. ഈ 5 കൊല്ലത്തെ ഓരോ കൊല്ലം അപ്പോർഷനേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ ഇങ്ങനെ ഓരോ കൊല്ലവും അമോർട്ടൈസ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതിന്ന് ഒരു എമൗണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. ഇതിപ്പോൾ അസറ്റിലായിരിക്കും, ബാലൻസ് ഷീറ്റിലായിരിക്കും. നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്ത എന്താണ്, മെഷീനറി എന്താണ്, ഒരു അസറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തിലേക്ക് വരണം, പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരണം. കാരണം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയ കാര്യമാണ്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരണമല്ലോ. അത് 5 കൊല്ലം കൊണ്ടാണ് വരാൻ പറ്റുള്ളൂ. അതിൻ്റെ മുന്നേ ഫസ്റ്റ് കൊല്ലം തന്നെ ഫുൾ എമൗണ്ട് വരാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കൊല്ലം കുറച്ച് എക്സ്പെൻസ് ആയിട്ട് ഇങ്ങനെ കാണിക്കും. അതെന്തിൻ്റെ ബേസിലാണ് കാണിക്കുക? അതിപ്പം എന്താ കാണിക്കുക വെച്ചാൽ, മെഷീനറി ഓരോ കൊല്ലം കഴിയുന്നതോറും എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം അതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണിക്കുക. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? ഇപ്പോൾ ഈ 10 ലക്ഷം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, വൺ ടൈം പേയ്മെൻറ്റ് ചെയ്തിട്ട്, അതായത് 5 കൊല്ലത്തേക്കുള്ള മെഷീനറിൻ്റെ വൺ ടൈം പേയ്മെൻ്റ് ആണ് 10 ലക്ഷം എന്ന് പറയുന്നത്. ശരിക്കും ഓരോ കൊല്ലത്തേക്കുള്ള എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അമോർട്ടൈസ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കൊടുക്കുന്നതാണ് എന്ത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഓരോ തുരുമ്പ് പിടിച്ച് അത് ഇങ്ങനെ ഓരോ കൊല്ലം കഴിയുമ്പോൾ എന്താവും, അത് കേടാവും. അപ്പം ആ ഓരോ കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ ഡാമേജസ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഓരോ കൊല്ലം വരുന്ന ഡാമേജസ് എക്സ്പെൻസ് ആയിട്ട് എടുത്ത് അത് നമ്മൾ P&Lലേക്ക് പോകുന്ന രീതിയാണ്. അങ്ങനെ 2 രീതി വേണമെങ്കിൽ എന്തിനെ പറയാം, ഡിപ്രീസിയേഷനെ പറയാം. അപ്പം ഈ ഡിപ്രീസിയേഷൻ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ഇപ്പം ഈ ഡിപ്രീസിയേഷൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഒക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. WDV മെത്തേഡ്, അതുപോലെ തന്നെ SLM മെത്തേഡ്, അങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല മെയിനായിട്ട്. അപ്പോൾ ഈ 10 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഈ കാര്യം ഡിപ്രീസിയേഷൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് നമ്മളെന്താണ്, ഇത് അസറ്റിലേക്ക് പോകുന്നതാണ്. ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഡിപ്രീസിയേഷൻ നമ്മൾ മെഷീനറി വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നില്ല. പക്ഷെ എന്ത് പോകുന്നില്ല, അത് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, 5 കൊല്ലം കൊണ്ട്, അത് എത്രയാണ് അതിൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ
ആ ലൈഫിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ P&Lലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ളതാണ് എന്ത് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ കൊല്ലം വരുന്ന ഡാമേജ് വെച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ നമ്മളിത് കോൺസെപ്ച്വലി നോക്കുമ്പോൾ നമുക്ക് ഡെഫിനിഷന് ഇതില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കോൺസെപ്ച്വലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലം വരുന്ന കോസ്റ്റ്. അപ്പോൾ ഡിപ്രീസിയേഷന് സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, ഡിപ്രീസിയേഷൻ ഈസ് ദ വാല്യൂ റിഡക്ഷൻ ഇൻ അസറ്റ്. അതായത് അസറ്റിൽ വരുന്ന വാല്യൂ റിഡക്ഷനെ നമുക്ക് എന്ത് പറയാം, ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് മെഷീനറി ഒരു 10 lakhൻ്റെത് വാങ്ങി, ഡിപ്രീസിയേഷൻ ഫോർ 1 year 2 lakh ആണ് വരിക, യൂസ്ഫുൾ ലൈഫ് 5 years. അതായത് ഇത് എങ്ങനെ എടുക്കുന്നത്, ഇത് SLM മെത്തേഡാണ്. SLM മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഇയേഴ്സിലേക്കാണോ വർക്ക് ചെയ്യുന്നത് അത്ര ഇയേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫിക്സഡ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് ഈ എല്ലാ കൊല്ലവും എന്തായിരിക്കും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും. അതാണ് എന്ത് SLM മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് SLM മെത്തേഡിലാകുമ്പോൾ എന്താണ്, മെഷീനറിൻ്റെ കോസ്റ്റ് 10 lakh ആണ്, ഡിവൈഡ് ബൈ 5. 10 lakh ഡിവൈഡഡ് ബൈ 5 is equal to 2 lakh. 2 lakh ആണ് ഈച്ച് ഇയറിലെ ഡിപ്രീസിയേഷൻ വരുന്നത്. ആ ഡിപ്രീസിയേഷൻ എന്താക്കും, നമ്മൾ ഓരോ കൊല്ലവും ഡിപ്രീസിയേഷൻ ആയിട്ട് 2 lakh എടുക്കും. അപ്പോൾ അതാണ് എന്ത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ WDV മെത്തേഡ് ആകുമ്പോൾ എന്താണ് വ്യത്യാസം, ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് പറയാം. WDV മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മളൊരു പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു 10 lakhൻ്റെ മുകളിൽ ഈച്ച് ഇയറിൽ ഒരു 10% ആണ് ഡിപ്രീസിയേഷൻ എന്നുള്ള രീതി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എത്ര വരും, 1 lakh വരും. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ നമ്മളെ മെഷീനറിൻ്റെ വാല്യൂ എത്ര ഉണ്ടാവും, 9 lakh ഉണ്ടാവും. പിന്നീട് വരുമ്പോൾ 10% ഈ 9 lakhൻ്റെ മുകളിലായിരിക്കും അപ്ലൈ ചെയ്യുക. അപ്പോൾ 90,000 ആയിരിക്കും സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ. അങ്ങനെ പോകുന്നതാണ് എന്ത് WDV മെത്തേഡ് എന്ന് പറയുന്നത്. SLM മെത്തേഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും, അതായത് എല്ലാ കൊല്ലവും അതിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് സെയിം ആയിരിക്കും. WDVയിൽ ഈച്ച് ഇയറിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആയിരിക്കും. ബട്ട് ആ പെർസെൻറ്റേജ് എന്തിൻ്റെ മുകളിലാണ്, നമ്മൾ ഒരു കൊല്ലം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള WDVൻ്റെ മുകളിലാണ് എന്ത് അടുത്തത് വരിക. അതിനെ കൊണ്ടാണ് WDV മെത്തേഡ് എന്ന് പറയുന്നത്. റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് അപ്ലൈ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിപ്രീസിയേഷൻ മെത്തേഡാണ് WDV മെത്തേഡ്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഡിപ്രീസിയേഷനും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനും, ഇതെന്താണ് സംഭവം? ഇത് ആകെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും പല ആൾക്കാർക്കും. അപ്പം അതെന്താണ്, വെൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ്, വെൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഈസ് മെയിൻറ്റെയിൻഡ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് കാണാം. അതായത് ഈ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു എക്സ്പെൻസ് ആക്ച്വലി ഇൻകർ ചെയ്തിട്ടില്ല, അത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് വരാനിരിക്കുന്ന ഒരു എക്സ്പെൻസിനെ നമ്മൾ ബുക്ക് ചെയ്യുന്നതാണ് പ്രൊവിഷനായിട്ട് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഡിപ്രീസിയേഷന് ഓൾറെഡി നമ്മൾ എത്രയാണ്, ഇപ്പോൾ ഡിപ്രീസിയേഷൻ അല്ല, ഇപ്പോൾ നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഫേം ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റ് ഫീ പേയബിൾ ഇടും. അതായത് ഓഡിറ്റ് ഫീ ടു ഓഡിറ്റ് ഫീ പേയബിൾ ഒരു 25,000 അല്ല, ഒരു 2,50,000 കിടക്കട്ടെ. 2,50,000 ഓഡിറ്റ് ഫീ പേയബിൾ ടു ഓഡിറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇത് 31st March ഇങ്ങനെ ഒരു എൻട്രി ഇടും. ഈ ഓഡിറ്റ് ഫീ ആക്ച്വലി എന്തായിട്ടില്ല, പേ ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് അതെന്താണ്, ഈ 2024 അല്ല 2025 എക്സ്പെൻസ് ആണ്. അതായത് 2025 ഓഡിറ്റ് ചെയ്തതിനെ കൊണ്ട് വന്നിട്ടുള്ള എക്സ്പെൻസ് ആണ് എന്ത്, ആ ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പോകുന്നത് എന്തായിരിക്കും, അടുത്ത കൊല്ലമായിരിക്കും. ബട്ട് ആ എക്സ്പെൻസ് എന്താണ്, ഈ കൊല്ലമുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ കൊല്ലമുള്ള എക്സ്പെൻസസിനെ എന്ത് ചെയ്യണം, ഈ കൊല്ലം തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. എന്നിട്ട് അത് ആക്ച്വലി നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി കൊടുക്കുന്നില്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, പേയബിൾ ആക്കി ഇടണം.
അതാണ് പ്രൊവിഷൻസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, പ്രൊവിഷൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതായത് ലയബിലിറ്റി ആയിട്ട് ഇപ്പം നമ്മൾ ആക്ച്വലി പോവാതെ 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഡിപ്രിസിയേഷൻ മെയിൻറ്റെയിൻഡ് കേസും പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ മെയിൻറ്റെയിൻഡ് കേസും മെയിൻറ്റെയിൻ ചെയ്യാത്ത കേസും. depreciation provision for depreciation maintained provision for depreciation not maintained. ഇത് വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ മെയിൻറ്റെയിനും പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ നോട്ട് മെയിൻറ്റെയിനും അധിക കേസസിലും നമ്മൾ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ നോട്ട് മെയിൻറ്റെയിൻഡ് കേസാണ് ഉണ്ടാവുക. അതായത് പ്രാക്ടിക്കലിയാണ് പറയുന്നത്. അതായത് സാധാ നമ്മൾ ഡിപ്രിസിയേഷൻ എൻട്രി എന്താണ് വരിക, ഇപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി. അപ്പോൾ ആ ഡിപ്രിസിയേഷൻ എൻട്രി എങ്ങനെയാണ് വരിക, നമ്മൾ ഓൾറെഡി ഒരു 10 lakhന്റെ എക്സ്പെൻഡിച്ചർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് 10 lakh ക്യാഷ് കൊടുത്ത് അല്ലെങ്കിൽ എങ്ങനെ പാർട്ടി ആയിട്ട് ലയബിലിറ്റി ആയി വന്നിട്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഒരു മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, P&L കൊണ്ടുവരണം ഓരോ ഇയർ വെച്ചിട്ട്. അപ്പോൾ അത് P&L വരുത്തണമെങ്കിൽ മെഷീനറി എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് അക്കൗണ്ടാണ്. അപ്പം ആ അസറ്റ് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, P&L കൊണ്ടുപോകണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, P&L ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുക. അപ്പം എന്താണ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി അക്കൗണ്ട്. ഇപ്പൊ ഇതിനെത്ര ഒരു 2 lakh ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 2 lakh ഡിപ്രീസിയേഷൻ ടു മെഷീനറി 2 lakh വരും. അപ്പം ഇതെന്താവും, മെഷീനറി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്താൽ മെഷീനറി അക്കൗണ്ട് ഓൾറെഡി ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, അതിന്റെ വാല്യൂ അത്രയും കുറയും. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ആ എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു സാധാരണ ഡിപ്രീസിയേഷന്റെ എൻട്രി എന്ന് പറയുന്നത്. ഇതാണ് ഒരു സാധാരണ ഡിപ്രീസിയേഷൻ എൻട്രി. അതായത് ഡിപ്രീസിയേഷൻ വരുന്നു, അത് മെഷീനറിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് മെഷീനറിന്ന് അത്രയും വാല്യൂ കുറയുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ബാലൻസ് ഷീറ്റിലും ഇതിലേക്ക് വരിക എന്ന് ഞാൻ കാണിച്ചത്. ഇപ്പം ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ മെഷീനറിന്റെ വാല്യൂ എന്തായി മാറും, 10 lakh വാല്യൂ ഉള്ള മെഷീനറി ആണെങ്കിൽ അത് 8 lakh ആയി മാറും. അതുപോലെ തന്നെ P&L ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 2 lakhന്റെ എക്സ്പെൻഡിച്ചർ വരികയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് P&L വരും, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ അവിടുന്ന് കുറയുകയും ചെയ്യും. ഇങ്ങനെയാണ് എന്ത് വരിക, ഒരു സാധാരണ ഡിപ്രീസിയേഷൻ എൻട്രി വരിക. അപ്പം അതിൽ ലെഡ്ജറായിട്ട് നോക്കുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഡിപ്രീസിയേഷൻ അക്കൗണ്ടാണ്. ഇതിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എക്സ്പെൻസ് ആയിട്ട് 2 lakh വന്നു. അതുപോലെ ഇത് ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഇത് ലാസ്റ്റ് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാലൻസ് ക്യാരി ഡൗൺ ഇട്ടതാണ്, നോക്കണ്ട. അപ്പം അങ്ങനെയാണ് എൻട്രി വരിക. അതുപോലെ തന്നെ മെഷീനറി അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ മെഷീനറി അക്കൗണ്ടിൽ എന്താണ് വരിക, ആദ്യം നമ്മൾ ക്യാഷ് കൊടുത്ത് ഒരു 10 lakhന് എന്ത് ചെയ്തു, മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ അത് എന്ത് ചെയ്യും, ഫസ്റ്റ് ടു ക്യാഷ് മെഷീനറി 10 lakh. ഇത് അസറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്തു, 10 lakhന് മെഷീനറി വാങ്ങിച്ചു. അതിന് 31/3 എന്ത് ചെയ്തു, ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തു. എത്രയാണ്, 2 lakh ആണ് ഡിപ്രീസിയേഷൻ. 2 lakh ഡിപ്രീസിയേഷൻ എങ്ങനെ വരുന്നത്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി അക്കൗണ്ട്. അപ്പോൾ 2 lakh ഡിപ്രീസിയേഷൻ വന്നു. ഇതിന് ബാലൻസ് എത്ര ഉണ്ട്, ബൈ ബാലൻസ് ക്യാരി ഡൗൺ 8 lakh വന്നു. അതായത് ഈ 2 lakh കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് അല്ലേ വരുള്ളൂ. അപ്പോൾ 8 lakh ആണ് എന്ത് പറയുന്നത്,
നമ്മുടെ മെഷീനറി അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ബാലൻസ് 8 lakh ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരുന്നത്, ഒരു സാധാരണ രീതിയിലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ, അതായത് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത കേസാണെങ്കിൽ ഇങ്ങനെയാണ് എൻട്രീസ് ഒക്കെ വരുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ അതാ P&L 2 lakh വരും, മെഷീനറീസിൽ എത്ര വരും, 8 lakh വരും. ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, ഈ ഡിപ്രിസിയേഷൻ എൻട്രി ഇതൊക്കെ അറിയുന്നുണ്ടാവും. രണ്ടാമത്തെ കേസാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ്. ഈ കേസാണ് അധികം ആൾക്കാർക്ക് അറിയാത്ത കേസ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇതിലെന്താ ചെയ്തത്, മെഷീനറിനെ ക്രെഡിറ്റ് ചെയ്ത് ഒഴിവാക്കല്ലേ ചെയ്തത്. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരിക്കലും മെഷീനറിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് മെഷീനറിൻ്റെ വാല്യൂ ഒന്നും നമ്മൾ കുറയ്ക്കില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു ലയബിലിറ്റി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, എന്നിട്ട് ആ ലയബിലിറ്റി അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, മെഷീനറിയിൽ നിന്ന് മൈനസ് ചെയ്യുന്ന പോലെ കാണിക്കും. പക്ഷെ ആക്ച്വലി അത് മൈനസ് ചെയ്യൂല, പക്ഷെ അത് മൈനസ് ചെയ്യുന്ന പോലെ നമ്മളൊരു ഡിസ്ക്ലോഷർ പർപ്പസിന് ഇപ്പം മെഷീനറി ഞാൻ ചെയ്ത് കാണിച്ചു. ആദ്യം തന്നെ നമുക്ക് എൻട്രീസ് നോക്കാം. എൻട്രീസ് എങ്ങനെയാണ് വരിക, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 2 lakh to provision for depreciation 2 lakh. ഇതാണ് ഫസ്റ്റ് എൻട്രി വരിക. അതായത് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ. അതായത് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു, അതുപോലെ തന്നെ പ്രൊവിഷൻ ആയിട്ട് 2 lakh നമ്മൾ വെക്കുകയും ചെയ്തു. ഈ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യും, മെഷീനറിൻ്റെ ബാലൻസ് നിന്ന് കുറച്ചിട്ടായിരിക്കും കാണിക്കുക എന്നാണ് പറയുന്നത്. ഒരിക്കലും അത് ഇതുപോലെ നമ്മൾ ലെഡ്ജറിൽ നിന്ന് കുറയ്ക്കൂല, ആ മെഷീനറിൻ്റെ ലെഡ്ജറുമായിട്ട് തൊടൂല. പക്ഷെ ബാലൻസ് ഷീറ്റ് വരുമ്പോൾ നമ്മളെങ്ങനെ ചെയ്താന്ന് വെച്ചാൽ, മെഷീനറി 10 lakh വാല്യൂ ഉള്ളത് ലെസ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ 2 lakh, നെറ്റായിട്ട് മെഷീനറിൻ്റെ വാല്യൂ ആയിട്ട് ചെയ്ത 8 lakh ആണ് നെറ്റായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഫിഗർ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് പറഞ്ഞത്. അതായത് മെഷീനറിൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്നും വരില്ല, ബട്ട് അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടായിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റ് കാണിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഉള്ള ടൈമിലുള്ള എൻട്രീസൊക്കെ നമ്മൾ ഒരു എൻട്രി നോക്കി. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരിക എന്ന് നോക്കാം. അപ്പോൾ ഈ സംഭവം നമ്മൾ എന്ത് ചെയ്തു, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് വിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇട്ടു. ഒരു 2 lakh ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലയബിലിറ്റി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അത് നമ്മൾ എന്ത് ചെയ്തു, അസറ്റിൽ നിന്ന് ലെസ് ചെയ്ത് കാണിച്ചു. ഓക്കെ, അതൊക്കെ റെഡി. എന്നിട്ട് ഇത് നമ്മൾ എപ്പോഴാണ്, ഇപ്പോൾ ഇതിങ്ങനെ കാണിച്ചുകൊണ്ട് നമുക്ക് എന്താ ഇപ്പോൾ ഉപകാരമുള്ളത്, മെഷീനറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്നില്ല. പിന്നെന്താണ് ഈ ഡിപ്രിസിയേഷൻ്റെ ഇതിനെ കൊണ്ട് നമുക്ക് ഉപകാരമുള്ളത്, ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഡിപ്രിസിയേഷൻ നമുക്ക് എന്തായിട്ട് കിട്ടും, എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രിസിയേഷൻ ഓൾറെഡി P&L പോകുമല്ലോ, അപ്പോൾ അത് എക്സ്പെൻസ് ആയിട്ട് കിട്ടും. ഈ പ്രൊവിഷൻ ആയിട്ട് വെക്കുന്നത് നമ്മൾ മെഷീനറിൻ്റെ വാല്യൂ ഒന്ന് ഇങ്ങനെ കുറച്ച് കാണിക്കും. എന്നിട്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്ത എത്ര വാല്യൂവിനാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് മെഷീനറി പർച്ചേസ് ചെയ്ത വാല്യൂ നമുക്ക് എന്ത് ചെയ്യില്ല, ഇപ്പോൾ ഒരു കൊല്ലം നമ്മളൊരു 2-3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് നോക്കണമെന്ന് വെച്ചാൽ നമ്മളെ ബാലൻസ് ഷീറ്റിൽ മെഷീനറി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും, ഒരു എമൗണ്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ WDV ആയിരിക്കും, അതായത് ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അത് നമ്മൾ എത്ര വാല്യൂവിനാണ് പർച്ചേസ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതായത് സാധാ രീതിയിലുള്ള ഡിപ്രീസിയേഷനാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ, അങ്ങനെ നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രീവിയസ് ഇയറിൻ്റെ എന്താണ് അതിൻ്റെ എമൗണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ കേസിലാകുമ്പോൾ എന്താണ്, അതായത് അവിടെ വാല്യൂ ഉണ്ടാവും, എത്ര വാല്യൂവിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, അതിന് നമ്മൾ എത്ര ഡിപ്രീസിയേഷൻ ആയിട്ട് ഇതുവരെ ഡിക്ലെയർ ചെയ്തു. അതായത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു കൊല്ലത്തെ ഇതാണ് 2 ലക്ഷം. പിന്നെ രണ്ടാമത്തെ കൊല്ലമാകുമ്പോൾ, ഇപ്പോൾ രണ്ടാമത്തെ കൊല്ലം ഒരു കൊല്ലം 2 ലക്ഷം വന്നു, രണ്ടാമത്തെ കൊല്ലം
പിന്നെ ഒരു ഡിപ്രിസിയേഷൻ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം വന്നു, 2 ലക്ഷം വന്നു. അപ്പോൾ ഇത് ടോട്ടൽ എത്രയായി? പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ 4 lakh ഉണ്ടാവും. അതായത് മെഷീനറിൻ്റെ വാല്യൂ 10 lakh തന്നെ കാണിക്കും. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ 4 lakh കാണിച്ചിട്ട് മെഷീനറിൻ്റെ ടോട്ടൽ വാല്യൂ 6 lakh ആയിട്ട് ഇങ്ങനെ ആയിരിക്കും എന്തിൽ കാണിക്കുക? ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അപ്പോൾ ഇതെന്താണ്? ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഇതിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ആയിരിക്കും പറയാം, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അങ്ങനെ ആയിരിക്കും എന്ത് പറയാം, ചില ക്വസ്റ്റ്യൻസിൽ പറയാം. അതെന്താണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഉള്ള കേസ് ആണെങ്കിൽ ഡിപ്രിസിയേഷൻ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്ത് പോവുക, എൻട്രീസ് പോവുക. അതുപോലെ തന്നെ അതെന്താ, മെഷീനറി ഒരിക്കലും ടച്ച് ചെയ്യില്ല. ഇത് മെഷീനറിനെ സെറ്റ് ഓഫ് ചെയ്യും എപ്പോഴെന്നറിയോ? വെൻ ദ അസറ്റ് ഈസ് ഡിസ്പോസ്ഡ് ദാറ്റ് ടൈം ദ പ്രൊവിഷൻ വിൽ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദ അസറ്റ്. അതായത് ഈ പ്രൊവിഷൻ സെറ്റ് ഓഫ് ചെയ്യുന്ന, ഇപ്പം നമ്മൾ ഈ മെഷീനറി എടുത്ത് വിൽക്കുകയാണെങ്കിൽ ആ ടൈമിലാണ് ഈ പ്രൊവിഷനൊക്കെ സെറ്റ് ഓഫ് ആയി പോവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊവിഷനായിട്ട് വെറുതെ വെക്കുന്നുണ്ടെങ്കിൽ മെഷീനറി ഇല്ലാതെ കണ്ട് വെറുതെ പ്രൊവിഷൻ വിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ വിൽക്കുന്ന ടൈമിന് അതിൻ്റെ പ്രൊവിഷൻ ആയിട്ടുള്ള, അതായത് ഇതുവരെ വന്നിട്ടുള്ള ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി ഡിസ്പോസലിൻ്റെ ടൈം എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഡിസ്പോസൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റർ ടു അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എൻട്രി ഇടും. ഇതെന്താണ് എൻട്രി? ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാധാരണ നമ്മൾ എന്ത് എൻട്രി ആയിരുന്നു, സാധാ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നമ്മൾ എന്തായിരുന്നു എൻട്രി ഇടേണ്ടത്? അതായത് പ്രൊവിഷൻ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത കേസ് ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നു എൻട്രി ഇടുക? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റർ ടു അസറ്റ് എന്നായിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ എന്തിട്ടു? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി ആയിട്ട് ഇട്ടു. അപ്പോൾ ഈ ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ അസറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാണ്. അതായത് ഈ അസറ്റിൽ നിന്ന് ഈ ലയബിലിറ്റി മൈനസ് ചെയ്തിട്ട് 2 സെറ്റ് ഓഫ് ആയി. അതായത് ഈ ലയബിലിറ്റി പോവും, അത്രയും എമൗണ്ട് എന്ത് ചെയ്യും? അസറ്റിൽ നിന്ന് കുറയുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മളെ കേസിൽ ഒരു 4 lakh നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ ആ 4 lakh എന്ത് ചെയ്യാണ്? 4 lakh പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഡെബിറ്റ് ടു അസറ്റ് 4 lakh. അതായത് ഇപ്പം പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്താണ് ബാലൻസ്? അത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ലയബിലിറ്റിയാണ്. ആ ലയബിലിറ്റിനെ ഡെബിറ്റ് ചെയ്താൽ എന്താവും? അതിൻ്റെ ബാലൻസ് 0 ആയി മാറും ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത് അസറ്റ് ഒരു ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടാണ്. അതിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത്രയും വാല്യൂ കുറയുകയും ചെയ്യും. അപ്പം അങ്ങനെ ഇത്രയും വാല്യൂ കൊണ്ട് അസറ്റിൻ്റെ യഥാർത്ഥ, അതായത് ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള നെറ്റ് വാല്യൂയിലേക്ക് എത്തും. അപ്പോൾ അസറ്റ് നമ്മൾ ഓൾറെഡി, അപ്പോൾ ഈ അസറ്റിൻ്റെ വാല്യൂ നെറ്റായിട്ട് ഇപ്പോൾ 10 lakh എന്താവും? 10 lakh 4 lakh കുറച്ചാൽ ബാക്കിയുള്ള 6 lakhs ആയിരിക്കും എന്ത്? നമ്മുടെ ഈ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അസറ്റിൻ്റെ വാല്യൂ അവിടെ ഉള്ളത് 6 lakhs ആയിരിക്കും. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും? ഈ 6 lakhs വാല്യൂ ഉള്ള സാധനത്തിന് നമ്മൾ സെല്ല് ചെയ്യും. ഈ 6 lakh വാല്യൂ ഉള്ള അസറ്റിനാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ 6 lakh വാല്യൂ ഉള്ള അസറ്റിന് നമ്മളൊരു 7 lakhന് സെല്ല് ചെയ്താൽ നമുക്ക് എന്താണ്? 1 lakh പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ അതെങ്ങനെ എൻട്രി വരിക? അപ്പം ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വന്നു. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ എത്രയാണ്? 7 lakhനാണ് നമ്മൾ സെയിൽ ചെയ്തത്. 7 lakhന് സെയിൽ ചെയ്തു ടു അസറ്റിൽ എത്രയാണ് ബാലൻസ് ഉള്ളത്? അസറ്റിൽ ബാലൻസ് 6 lakhs ആണുള്ളത്. അപ്പോൾ ആ 6 lakhs ബാലൻസ് കഴിഞ്ഞു. ബാക്കിയുള്ള എമൗണ്ട് എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് ആണ്. അപ്പം 1 lakh ടു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയും വരും. അതായത് ഇത് സെയിലിൻ്റെ ടൈമിലുള്ള എൻട്രി ആണ്. അപ്പോൾ ഇത് ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും? നമ്മൾ സെയിലിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ഓഫ് ചെയ്യും. എന്നിട്ട് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ, പിന്നെ ആ സെറ്റ് ഓഫ് ചെയ്തിട്ടുള്ള അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അത് സെല് ചെയ്യുമ്പോൾ ആ എമൗണ്ട് വെച്ചിട്ട്
ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആക്കി കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എന്ത് സിമ്പിളായിട്ട്, അതായത് പ്രാക്ടിക്കലി നടക്കുന്നത്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അസറ്റിലേക്ക് സെറ്റ് ഓഫ് ചെയ്തിട്ട് ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് അസറ്റ് ഇങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ എൻട്രി വരും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു അക്കൗണ്ടും കൂടി ഉണ്ട്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു അക്കൗണ്ടും കൂടി ഉണ്ട്. അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്. അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്നാണ് പേര്. അതായത് ഈ ഡിസ്പോസലിൻ്റെ ടൈമിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. അതായത് ഈ എൻട്രീസിനൊക്കെ ഒന്നിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താണ് ഒരു അക്കൗണ്ടാണത്. അതായത് ഒന്നിച്ച് ചേർക്കാൻ ഈ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ജേർണൽ എൻട്രിയിലെ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു അക്കൗണ്ടാണ്, അസറ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്, ക്യാഷ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്, അസറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ഇതൊരു അക്കൗണ്ടാണ്. അപ്പം ഇങ്ങനെ എല്ലാം ഓരോരോ അക്കൗണ്ടാണ്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒരു ജേർണൽ എൻട്രി നമ്മളൊരു എക്സ്ട്രാ ഒരു 1-2 ജേർണൽ എൻട്രിയും കൂടി ഇടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അത് ഞാൻ കാണിച്ചു തരാം. ഇതന്നെയാണ് സംഭവം. ഇപ്പോൾ ഇത് സംഭവം ഇത് മനസ്സിലായല്ലോ, പ്രാക്ടിക്കലി ഇങ്ങനെയാണ് വരിക. ഇത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ടു അസറ്റ്, എന്നിട്ട് ക്യാഷ് അക്കൗണ്ട് എൻട്രി ടു അസറ്റ് ടു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. ഇനിയിപ്പം അസറ്റ് നമ്മൾ സെല് ചെയ്യുന്നത് ലെസ് എമൗണ്ടിനാണെങ്കിൽ, ഇപ്പോൾ 6 lakh ഉള്ളത് 5 lakhനാണ് നമ്മൾ സെല് ചെയ്യുന്നത് വെച്ചാൽ ഡെബിറ്റിൽ എന്ത് വരും, ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്താണ്, അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ കാണിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ എൻട്രീസ് നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റാം. ആദ്യം തന്നെ ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്ക് എന്താണ് വരിക, ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, അതായത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ വെച്ചിട്ടായിരിക്കും എന്ത് വരിക, ഡിപ്രീസിയേഷൻ്റെ എൻട്രി വരിക. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ എൻട്രിയാണ് ഇത്. 31st March 2025 ആണ്. ലാസ്റ്റ് ആണല്ലോ നമ്മൾ ഡിപ്രീസിയേഷൻ എൻട്രി ഇടുക. അപ്പം ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര 2 lakh എമൗണ്ട് ടു ബാലൻസ് 2 lakh ബാലൻസ് ഉണ്ട്. ഇനി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിലോ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ അതിലെന്താണ് ഡിപ്രീസിയേഷൻ വെച്ചാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടാണ്. ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ചെയ്തതാണ്. അപ്പം എങ്ങനെയാണ് വരിക, അതായത് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് ഡെബിറ്റ് ചെയ്ത ഐറ്റത്തിന് എഴുതും. അതായത് ഇപ്പം ഏതാണ് ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ ക്രെഡിറ്റ് ചെയ്തതിനെ കൊണ്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഏതിനെയാണോ നമ്മൾ അതിലേക്ക്, അതായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണോ എൻട്രി, ആ എൻട്രിയെ ഇവിടെ പോസ്റ്റ് ചെയ്യും. ബൈ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഓക്കെ, ഇതൊക്കെ ലെഡ്ജർ പോസ്റ്റിംഗ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മനസ്സിലായിക്കോട്ടെ നേരിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത അക്കൗണ്ട് ഏതാണ്, മെഷീനറി അക്കൗണ്ട്. മെഷീനറി അക്കൗണ്ട് എങ്ങനെയാണ് വരിക, മെഷീനറി അക്കൗണ്ടിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടാവുമോ, ഇല്ല. മെഷീനറി അക്കൗണ്ടിൽ ഒരു മൂവ്മെൻറ്റും ഉണ്ടാവില്ല. ടു ക്യാഷ് അക്കൗണ്ട്, അതായത് നമ്മൾ ഫസ്റ്റ് വാങ്ങിയ ആ എമൗണ്ട് തന്നെ ഉണ്ടാവുള്ളൂ. ഡിപ്രീസിയേഷൻ ഇതിലേക്ക് വരില്ല, കാരണം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിലാണ് വരിക എന്ന് പറഞ്ഞു. ഇനിയാണ് അടുത്ത അക്കൗണ്ട്. അതായത് ഇത് നമ്മൾ സെയിലിൻ്റെ ടൈമിൽ ഉണ്ടാക്കുന്നൊരു ടെമ്പററി അക്കൗണ്ടാണ്, അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. അതായത് ഞാൻ നേരത്തെ മുകളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സെയിലിൻ്റെ ടൈമിൽ എൻട്രി വരിക എന്ന് കാണിച്ചില്ലേ, അപ്പോൾ അതൊന്നും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്താൻ വേണ്ടിയിട്ട് ചേർക്കുന്നൊരു അക്കൗണ്ടാണെന്ത്, അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. ശരിക്കും വരുന്ന എൻട്രീസ് അത് തന്നെയാണ് നെറ്റായിട്ട് വരിക. അപ്പോൾ ഇത് നിങ്ങൾ ഈ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലൂടെയാണ് നമ്മൾ ചെയ്യുക. അത് എങ്ങനെ എൻട്രി വരിക എന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ഐറ്റംസിനെ ഫുൾ എന്ത് ചെയ്യും, ഈ അക്കൗണ്ടിലേക്ക് മാറ്റും. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ 3 ലെഡ്ജേഴ്സ് ഇല്ലേ, 3 ലെഡ്ജേഴ്സ് ഉണ്ട്. അതായത് ഡിപ്രീസിയേഷൻ ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ട്, മെഷീനറി ഉണ്ട്. അപ്പോൾ ഇതെല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിലേക്ക് മാറ്റും. അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് മെഷീനറിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇതെന്താണ് എൻട്രി, അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ടു മെഷീനറി. അതായത് മെഷീനറിനെ ഫുള്ളായിട്ട്
ക്രെഡിറ്റ് ചെയ്തിട്ട് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നു. 10 ലാഖിൻ്റെ കൊണ്ടുവന്നു. മെഷീനറിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 2 ലാഖ് അതിങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിലിൻ്റെ എമൗണ്ട് എത്രയാണ്, സെയിലിൽ കിട്ടിയ ക്യാഷ് എത്രയാണെന്ന് വെച്ചാൽ അതും അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നു ബൈ ക്യാഷ് അക്കൗണ്ട് 9 ലാഖ്. അപ്പോൾ ഇവിടെ നെറ്റ് ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ആയിട്ട് വരുന്നു. ഏതാണ് വരുന്നത് വെച്ചാൽ, അപ്പോൾ ഇതെന്താണ് നമ്മൾ ഓൾറെഡി മുകളിൽ ചെയ്ത എൻട്രി തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ എന്താണ് മുകളിൽ ഓൾറെഡി എൻട്രി ഇട്ടു. ഫസ്റ്റ് ഡിസ്പോസലിൻ്റെ ടൈമിന് എന്താണ് എൻട്രി വരാൻ നമ്മൾ പറഞ്ഞു. അതായത് പ്രൊവിഷനെ ഡെബിറ്റ് ചെയ്തിട്ട് മെഷീനറിനെ ക്രെഡിറ്റ് ചെയ്യും. എത്ര, 2 ലാഖിന് ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഈ മെഷീനറിൻ്റെ വാല്യൂ എത്ര ആവും, മെഷീനറിൻ്റെ വാല്യൂ 8 ലാഖ് ആയി മാറും. എന്നിട്ട് ഈ 8 ലാഖ് ഉള്ള മെഷീനറി നമ്മൾ എന്ത് ചെയ്തു, 9 ലാഖിന് വിറ്റു. അപ്പോൾ 9 ലാഖിന് വിൽക്കുമ്പോൾ എന്താവും, ക്യാഷ് 9 ലാഖ് വരും, ടു മെഷീനറി 8 ലാഖ് വരും, ടു പ്രോഫിറ്റ് 1 ലാഖ് വരും. അതുതന്നെയാണ് ഈ അക്കൗണ്ടിലുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒരു 2-3 എൻട്രി ആക്കി ഇതിനു പകരം ആദ്യം തന്നെ എന്ത് ചെയ്യും, ഈ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ടിട്ട് എന്നിട്ട് ബാക്കി ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഈ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എല്ലാ സ്ഥലത്തും വന്നോളണം എന്നില്ല. അതിനാണ് ഞാൻ ആദ്യത്തെ ഈ എൻട്രി പറഞ്ഞത്. അതായത് പ്രാക്ടിക്കലി നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് അത് വരുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് അത്രയും കാലമുള്ള ഡിപ്രീസിയേഷൻ ആണ്. അത് ശരിക്കും അസറ്റിൻ്റെ വാല്യൂ അല്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ തന്നെ അസറ്റിൽ നിന്ന് അത്രയും വാല്യൂ കുറയ്ക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ബാക്കി കിട്ടുന്ന എമൗണ്ട്, അതായത് അസറ്റിൻ്റെ വാല്യൂവിൻ്റെ, അസറ്റിന് നമ്മളെ കയ്യിലുള്ള കോസ്റ്റ് 6 ലാഖ് ആണ്. അതിൻ്റെ കൂടുതൽ വാല്യൂവിന് നമ്മൾ വിറ്റാൽ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ അത് ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി, ബാലൻസ് എമൗണ്ട് നമ്മളെ പ്രോഫിറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് അത് വരുന്നത്. സംഭവം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വേണമെങ്കിൽ ഞാൻ ഒന്ന് എന്ത് ചെയ്യാം, ഈ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലെ എൻട്രീസ് ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ചെയ്ത് കാണിക്കാം. ആർക്കെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ ഒന്ന് നോക്കിക്കോളൂ. അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിൽ വരുന്ന എൻട്രികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, മെഷീനറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ടു മെഷീനറി 10 ലാഖ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് എൻട്രി വരുന്നത്. അപ്പോൾ ഈ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു 10 ലാഖ് എമൗണ്ട് കൊണ്ടുവന്നു. അതാണിത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അതിനെയും കൊണ്ടുവരണം. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എത്രയാണ്, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതിനെ ഡെബിറ്റ് ചെയ്തിട്ട് പ്രൊവിഷൻ ഡെബിറ്റ് ചെയ്തിട്ട് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നു. എത്ര, 2 ലാഖ് കൊണ്ടുവന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്തു, നെക്സ്റ്റ് നമ്മൾ സെയിൽ നടന്നു. അപ്പോൾ സെയിൽ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ക്യാഷ് കിട്ടും, അതുപോലെ തന്നെ പ്രോഫിറ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. അതായത് എത്രയാണോ ക്യാഷ് വരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും, അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ഇടും. അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നതാണ് എന്ത്, പ്രോഫിറ്റ്. ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. അപ്പം ഈ ലോസിന് നമ്മൾ എന്ത് എൻട്രി ഇടും, അസറ്റ് ഡിസ്പോസൽ ടു പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് 1 ലാഖ് എൻട്രി ഇടുകയും ചെയ്യും. ഓക്കെ ആണല്ലോ, സംഭവം മനസ്സിലായല്ലോ.
ഇത് ഞാൻ അധികം ലെഡ്ജർ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ പറയാത്തത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഈ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്താണെന്നും അതുപോലെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ നേരെ അങ്ങ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിട്ട് എന്ത് ചെയ്യാം, അതിൽ മെഷീനറിനെ ഇടുക, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഇടുക. അതായത് ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ അത്രയും കാലത്ത് ആ മെഷീനറിൻ്റെ വാല്യൂ കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്യാഷ് എത്രയാണ് അതെടുക്കുക, ബാക്കി എത്രയാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുക. സിമ്പിൾ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇപ്പം ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. ഇത് സംഭവം പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഒന്നും അത്ര വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ല. അത് നമ്മൾ കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഏതാണ്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇത് എന്ത് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡിപ്രിസിയേഷൻ 2 lakh ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്തുണ്ടാവും, ഇൻകത്തിലും ഉണ്ടാവും. ബാലൻസ് ഷീറ്റ് വരികയാണെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ ആ മെഷീനറി പോയിട്ടുണ്ടാവും. അതായത് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനറി ഉണ്ടാവില്ലല്ലോ, മെഷീനറി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെയാണ്. ഇനി കോൺസെപ്റ്റ് ഒക്കെ പഠിച്ച് ഇനി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ICAൻ്റെ CA ഫൗണ്ടേഷൻ മെറ്റീരിയലുള്ളതാണ്. അപ്പോൾ ഇല്ലസ്ട്രേഷൻ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 8. ഓൺ April 1, 2019, Subra Limited purchased a machinery for rupees 12 lakh. 12 lakh ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. ഓൺ October 1, 2021, ഒക്ടോബർ 1, 2021 എ പാർട്ട് ഓഫ് ദ മെഷീനറി പർച്ചേസ്ഡ് ഓൺ April 1, 2019. അതായത് April 1 വാങ്ങിയ മെഷീനറി October 1 ആയപ്പോൾ ഫോർ 80,000, അതായത് 80,000 പർച്ചേസ് ചെയ്തത് എന്ത് ചെയ്തു, സോൾഡ് ഫോർ 45,000 സെയിൽ ചെയ്തു. എ ന്യൂ മെഷീനറി അറ്റ് എ കോസ്റ്റ് ഓഫ് 1,58,000 വാസ് പർച്ചേസ്ഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് ഓൺ ദ സെയിം ഡേറ്റ്. പർച്ചേസ് ചെയ്യുകയും ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു. ദ കമ്പനി ഹാസ് അഡോപ്റ്റഡ് മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് 10% per annum depreciation on റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. WDV മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഷോ ദ നെസസറി ലെഡ്ജർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2022 assuming that the provision for depreciation account is not maintained. Provision for depreciation account is maintained. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലെന്താണ്, ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. 2020 മുതൽ 2022 വരെ ഉള്ളത്. അസ്യൂമിങ് ദാറ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് അസ്യൂം ചെയ്യുന്നത് ഫസ്റ്റ് കേസിൽ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യം. ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ്. എങ്ങനെയാണ് എൻട്രീസ് വരിക? ആദ്യം തന്നെ മെഷീനറി അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. മെഷീനറി അക്കൗണ്ടിൽ 1/4/2019 നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷീനറി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ കോസ്റ്റ് അതായത് 12 lakh കൊടുത്തു. 31st March 2020 എത്ര വരും, ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ഡിപ്രീസിയേഷൻ എത്രയാണ്, 1,20,000. 10% ഓൺ WDV ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിലാകുമ്പോൾ കോസ്റ്റിൻ്റെ മുകളിൽ വരും. അപ്പം 1,20,000. ബാലൻസ് എത്ര വരും, 10,80,000 വരും. എന്നിട്ട് അത് നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ എന്ത് വരും, അതാണ് WDV വരിക. അപ്പോൾ 10,80,000 WDV വന്നു. എന്നിട്ട് എന്ത് വന്നു, പിന്നെ 31st March 2021 ഡിപ്രീസിയേഷൻ വന്നു 1,08,000. 1,08,000 എന്താ വരാൻ കാരണം, 10,80,000 ഇൻറ്റു 10%. 1,08,000 വരും. ബാലൻസ് ക്യാരി ഡൗൺ 9,72,000. അത്രയാണ് വരുന്നത്. അതായത് ഫസ്റ്റ് ഏപ്രിൽ 2021 ആയി. ഫസ്റ്റ് ഏപ്രിൽ 2021 എത്രയാണ് ബാലൻസ്, 9,72,000 ആണ്. പിന്നെ അതിലെന്തുണ്ട്, 1/10/2021 എന്തുണ്ട്, സെയിലുണ്ട്. എത്രയാണ്, 45,000 സെയിൽ. അത് എത്ര കോസ്റ്റ് വരുന്നതാണ്, 80,000 കോസ്റ്റ് വരുന്നതാണെന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇവിടെയാണ് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത്. അതായത് 80,000 സാധനമാണ്, അത് നമ്മൾ എത്രയിനാണ് വിറ്റത്? 45,000 വിറ്റത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണ് വരുന്നത്? 80,000. എന്നിട്ട് ഡിപ്രിസിയേഷൻ അറ്റ് 10% WD. ഇത് 10% WD മെത്തേഡാണ്. നേരെ 10% അടിച്ചിട്ട് 2 കൊല്ലം അടിക്കരുത്. അപ്പോൾ അത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡായി മാറും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 80,000 10%, ദാറ്റ്സ് 8,000. പിന്നെ 72,000 10%, അതെത്ര വരുന്നത്? 7,200. 7,200 8,000 വരുമ്പോൾ 15,200. പിന്നെ വരുന്നത് ഈ 7,200 ഇത് 72,000 നിന്ന് കുറച്ചാൽ വരുന്ന എമൗണ്ട് എത്രയാണ്? 72,000 64,800 വരും. 64,800 ഇൻറ്റു 10%. 10% ഫോർ ഹാഫ് ഇയർ ആണുള്ളത്. അപ്പോൾ ഹാഫ് ഇയർ എന്ന് പറയുമ്പോൾ എത്ര നേരം? 64,80 പകുതി. $32,40 വരും. 32,240 വരും. അപ്പോൾ 15,200 15,200 32,40 18,440. 18,440 എന്ത് വരുന്നത്? ഡിപ്രിസിയേഷൻ വരുന്നത്. ഈ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? ബുക്ക് വാല്യൂ കിട്ടും. അതായത് ബുക്ക് വാല്യൂ അല്ലെങ്കിൽ WDV കിട്ടും. ഈ WDV ഉള്ള ഐറ്റാണ് എന്ത് ചെയ്യുന്നത്? 45,000 സെല് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഇത്രയും ലോസാണ് വരുന്നത്. അപ്പം ഇങ്ങനത്തെ കേസും ഉണ്ടാവും. ചെറിയ പാർട്ട് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇവിടെ എടുത്തത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ആ ലോസ് ബൈ P&L എന്ന് പറഞ്ഞിട്ട് ആ ലോസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? റെക്കഗ്നൈസ് ചെയ്തു. ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ലോസ് ചെയ്ത, ഡെബിറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ചെയ്തത്. കാരണം എന്താണ്? ഇത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഇത്രയും എമൗണ്ട് കൂടുതലാണെന്ന് അർത്ഥം. ഡെബിറ്റ് സൈഡിൽ അത്രയും എമൗണ്ട് കൂടുതലായതിനെ കൊണ്ടാണ് ഇവിടെ നമ്മളിത് കൊടുക്കേണ്ടി വരുന്നത്. ഈ ടാലി ആകുമ്പോൾ ഇത് ടാലി ആവുമല്ലോ. ഈ എമൗണ്ട് ഇത് ഇവിടെയുള്ള എല്ലാം ടാലി. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും നമ്മൾ ലോസ് കൊടുക്കുക. അപ്പോൾ ലോസ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കുക. ഓക്കെ, അവിടെ കൊടുത്തു. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? 1/10 നമ്മൾ വേറെ മെഷീനറി വാങ്ങുന്നുണ്ട്. ടു ബാങ്ക് അക്കൗണ്ട് 1,58,000 1,58,000 മെഷീനറി വാങ്ങുന്നുണ്ട്. അപ്പോൾ 31st March 2021 ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ബൈ ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ഏതിൻ്റെയൊക്കെ വരിക? ആദ്യം തന്നെ ഇതിൻ്റെ ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്ത മെഷീനറിൻ്റെ ഡിപ്രിസിയേഷൻ എത്രയെന്ന് നോക്കുക. അതാണിത്. അതായത് ഓൾറെഡി സെയിൽ ചെയ്ത മെഷീനറിക്ക് ലാസ്റ്റ് ഇയറിൽ വരുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പോയി
അവിടെ ലാസ്റ്റ് ഈ സെയിൽ ചെയ്യുന്ന ഇയറിൽ വരുന്ന ഡിപ്രിസിയേഷൻ എത്രയാണ്? ഒക്ടോബർ 1 സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള ഡിപ്രിസിയേഷൻ എത്രയാണ്? 3240 വരുന്നത്. അപ്പോൾ ആ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം? നമ്മളിവിടെ കൊടുക്കണം. ആ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യുക? നമ്മളിവിടെ കൊടുക്കുക. 3240 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെയിൽ ചെയ്ത മെഷീനറിൻ്റെ അതായത് ഒക്ടോബർ വരെയുള്ള ഡിപ്രിസിയേഷൻ കൊടുത്തു. അതുപോലെ തന്നെ ബാക്കി എന്താണുള്ളത്? ഈ ഡിപ്രിസിയേഷൻ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? എന്നാലാണ് ഈ ഡിപ്രിസിയേഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്, ആ ലോസും പ്രോഫിറ്റും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് ഇവിടെ കൊടുത്തില്ലെങ്കിൽ എന്താവും? ഇത് ടാലി ആവില്ല. ഓക്കെ, എന്നിട്ട് ഇനി നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള അസറ്റ്സിൻ്റെ ഡിപ്രിസിയേഷൻ എത്രയാണെന്ന് നോക്കാം. ഈ ഡിപ്രിസിയേഷൻ എത്ര വരും? ഈ 9,72,000 നിന്ന് എത്ര കുറയും? അതിൻ്റെ നമ്മൾ ഓപ്പണിംഗ് WDV എത്രയാണെന്ന് വെച്ചാൽ അത് കുറയ്ക്കുക. ഓപ്പണിംഗ് WDV എത്രയാണ് വരുന്നത്? 64,000 64,800 വരുന്നത്. അപ്പോൾ 64,800 നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കാം. $972 64,800 കുറച്ചാൽ എത്ര വരിക? 9,07200 വരും. 9,07200 അതന്നെയാണ് അവിടെ വരുന്നത്. ഉണ്ടോ? 9,07200 വരുന്നത്. അതെന്താണ് നമ്മൾ ഓപ്പണിംഗ് WDV കുറയ്ക്കാൻ കാരണം? അതായത് ഈ സെയിൽ ചെയ്യുന്ന മിഷനറി ഇപ്പോൾ എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ 80,000-നാണ് എന്ത് ചെയ്യുന്നത്? 80,000-ൻ്റെ മെഷീനറിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പറഞ്ഞു ഫസ്റ്റ് വാങ്ങിയപ്പോൾ. അപ്പോൾ അത് സെക്കൻഡ് ഇയർ ആകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയായി മാറി? അതായത് ഫസ്റ്റ് ഇയറിൽ അതിൻ്റെ കോസ്റ്റ് 80,000, പിന്നീട് സെക്കൻഡ് ഇയറിലെത്തിയപ്പോൾ WDV എത്രയായി മാറി? 72,000 മാറി. പിന്നീട് ആ 72,000 പിന്നെയും കുറഞ്ഞിട്ട് എത്രയായി മാറി? 64,800 മാറി. അതായത് അത് തേർഡ് ഇയറിലേക്ക് എത്തുമ്പം, ഇതിപ്പോൾ തേർഡ് ഇയർ ഫസ്റ്റിലേക്ക് എത്തുമ്പോൾ 64,800 മാറി. അപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഓപ്പണിങ്ങിലുള്ളത് 9,72,000 എന്ന് പറയുന്നത് തേർഡ് ഇയറിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ആ ഓപ്പണിങ്ങിലുള്ള അപ്പോൾ തേർഡ് ഇയറിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ലെസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ തേർഡ് ഇയറിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള എമൗണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഈ എന്ത് വരുന്നത്? 9,07,000 വരുന്നത്. 9,72,000 നിന്ന് 64,800 മൈനസ് ചെയ്താണ് എന്ത് ഈ ഫിഗർ വരുന്നത്. ഓക്കെ ആണല്ലോ? എന്നിട്ട് അതിന് 10% എന്ത് ചെയ്യാം? ഡിപ്രിസിയേഷൻ കൊടുക്കുക. അപ്പോൾ 90,720 എന്ന് വരും. പിന്നെ ന്യൂ മെഷീനറി, പുതിയതായിട്ടൊരു മെഷീനറി വാങ്ങിയിട്ടുണ്ട് 1,58,000. അത് ഹാഫ് ഇയറിലേക്കേ ഉള്ളൂ. ഒക്ടോബറിന് വാങ്ങിയാൽ അതിൻ്റെ ശേഷം ഹാഫ് ഇയർ അല്ലല്ലോ. അപ്പം 7,900, അതായത് 1,58,000 ഇൻറ്റു 10% പറയുമ്പോൾ 15,800 ആണ്. അത് ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 7,900. അപ്പോൾ ടോട്ടൽ ഡിപ്രിസിയേഷൻ എത്ര വരുന്നത്? 98,620 എന്ന് പറഞ്ഞിട്ട് ആണ് വരിക. ഓക്കെ ആണല്ലോ? ഇത്രയും എമൗണ്ട് ആണ് എന്ത് വരുന്നത്? ഡിപ്രിസിയേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താവും? ഈ അക്കൗണ്ട് ടാലി ഉണ്ടോ നോക്കി. ബാങ്ക് അക്കൗണ്ട് 45,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് വെച്ച് ടോട്ടൽ 11,30,000, ഇവിടെയും 11,30,000. ഓക്കെ, അങ്ങനെ അത് റെഡിയാവും. ഓക്കെ ആണല്ലോ? അപ്പം അങ്ങനെയാണ് സാധാ കേസാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നത് ഒരു അസറ്റ് ഒരു 80,000 സെയിൽ ചെയ്തു എന്നുള്ളതിനെ കൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ 80,000 ഇതിപ്പോൾ WDV അതിനെ കൊണ്ടാണ്. SLM മെത്തേഡാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? നേരെ പേഴ്സൻറ്റേജ് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് നേരെ പേഴ്സൻറ്റേജ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇത് ഓരോ കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പേഴ്സൻറ്റേജ് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ WDVൻ്റെ മുകളിലാണ് പേഴ്സൻറ്റേജ് അപ്ലൈ ചെയ്യേണ്ടത്.
അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇയറിലെ എത്രയാണ് വരിക എന്ന് കണ്ടുപിടിച്ചു. 80,000 മുകളിൽ 10% 8,000. അപ്പോൾ നമ്മളെ WD എത്ര കിട്ടി? 72,000 ക്ലോസിങ്ങിൽ കിട്ടി. പിന്നെ 72,000 7,200 കുറച്ചു, അപ്പോൾ 64,800 കിട്ടി. ഈ 64,800 ആണ് നമ്മുടെ ഓപ്പണിംഗ് തേർഡ് ഇയറിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. ഈ ഓപ്പണിംഗ് എന്ത് ചെയ്തു, തേർഡ് ഇയറിൻ്റെ ഓപ്പണിങ്ങിന് 10% ഇൻറ്റു ഹാഫ്, അതായത് ഹാഫ് ഇയറിലാണ് ഇത് സെല് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഇയറിൻ്റെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം, നമ്മൾ ചാർജ് ചെയ്യണം, വേണ്ടേ? ഹാഫ് ഇയറിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഹാഫ് ഇയർ വരെ നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് ബാക്കിയുള്ള എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ സെയിലിൻ്റെ പ്രോഫിറ്റും ലോസും നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആ എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ ടോട്ടലായിട്ട് ഡിപ്രീസിയേഷൻ വരുന്നത് 18,440 ആ 18,440 എന്ത് ചെയ്തു, നമ്മൾ 80,000 ലെസ് ചെയ്തപ്പം 61,560 കിട്ടി. അത് നമ്മൾ സെല് ചെയ്തത് 45,000 അപ്പോൾ ഇവിടെ എന്ത് വരുന്നു, ലോസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ലോസ് എന്ത് ചെയ്യുക, നമ്മൾ ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയുള്ള ഡിപ്രീസിയേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുപോയി എഴുതുക മെഷീനറി അക്കൗണ്ടിൽ. ഇത് മെഷീനറി അക്കൗണ്ടാണ്. ഓക്കെ, ഇത് ഫൗണ്ടേഷനിൽ 15 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇത് നിങ്ങൾ ഇപ്പം ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ കൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇത് കോൺസെപ്റ്റ് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കേസ്. ഇനി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കേസാണെങ്കിൽ എന്താണ് ചെയ്യുക? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കേസാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മെഷീനറി അക്കൗണ്ടിൽ നമ്മളൊന്നും ചെയ്യില്ല, ഒന്നും ചെയ്യൂല. അത് ഡിസ്പോസലിൻ്റെ ടൈം മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചു. അതിലിതാ ഫസ്റ്റ് മെഷീനറി വാങ്ങുന്നു 12 lakh, ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് ഏപ്രിലിനും ബാലൻസ് വന്നു. പിന്നെ എന്ത് ചെയ്തു, ഇതുണ്ടോ ബൈ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് എമൗണ്ട് പോകുന്നത്, 80,000. അതായത് എത്രയാണോ പോകുന്നത് അതിൻ്റെ കോസ്റ്റാണ് ഇവിടുന്ന് പോവുക. ഇപ്പം 12 lakhന്റെ മെഷീനറി നമ്മൾ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ആ 12 lakh ആണ് പോവുക. ഇപ്പോൾ 80,000 സെല് ചെയ്യുന്നതുകൊണ്ട് 80,000 പോകും. ഇപ്പോൾ 80,000 എമൗണ്ട് എന്ത് ചെയ്തു, നമ്മൾ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ഇട്ടു. ഇതാണ് മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട്. അപ്പോൾ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിൽ ഫസ്റ്റ് 1/10/2021 മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് മെഷീനറി അക്കൗണ്ടാണ് ഇത് വരിക. മെഷീനറി അക്കൗണ്ടിലേക്ക് 80,000 വന്നു. അതുപോലെ തന്നെ പ്രൊവിഷൻ എത്രയാണ് വരിക, ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണോ, അതായത് ആ മെഷീനറിൻ്റെ മുകളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല ഡിപ്രീസിയേഷൻ അടിയിൽ, അപ്പോൾ അതേ എമൗണ്ട് തന്നെയാണ് വരിക. അതെന്ത് ചെയ്യും, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് വരും. ഈ എമൗണ്ട് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയ കാര്യം, അതായത് 80,000 സാധനമാണ്. അതിന് ഫസ്റ്റ് ഇയർ നമ്മൾ ചാർജ് ചെയ്തത് 10% ആണ്. 72,000 സെക്കൻഡ് ഇയറിൽ 72,000 10%. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മറ്റേതിൽ എന്താണെന്ന് വെച്ചാൽ അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്ക്. മറ്റേത് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ആ എമൗണ്ട് ഡിപ്രിസിയേഷൻ ആയിട്ട് ഇവിടെ നിന്ന് കുറയ്ക്കുന്നു. അതായത് ഡിപ്രിസിയേഷൻ ആയിട്ട് കുറച്ചിട്ട് അതിൻ്റെ ബുക്ക് വാല്യൂ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. അതേ സംഭവം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിപ്രിസിയേഷൻ നമ്മൾ വർക്കിങ്സ് ഇടാതെ കണ്ട് വർക്കിങ്സിലുള്ള എമൗണ്ട്, അതായത് അത് ഇതുവരെ ചാർജ് ചെയ്ത ഡിപ്രിസിയേഷൻ എമൗണ്ട് ആ പ്രൊവിഷന് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. കാരണം അത്രയും എമൗണ്ട് ഈ 80,000 അസറ്റിൻ്റെ ഇത്രയുള്ള ഡിപ്രിസിയേഷൻ ആ പ്രൊവിഷൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റുന്നു മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ എമൗണ്ട് ലെസ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് എന്ത് ചെയ്യുന്നു, ബാക്കി നമുക്ക് എത്രയാണ് ബാങ്കിലേക്ക് വന്നത് എന്ന് വെച്ചാൽ ആ എമൗണ്ട് ഇവിടെ കൊടുക്കുന്നു. എന്താണ് അങ്ങനെ കൊടുക്കുന്നതൊക്കെ നമ്മൾ മുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു.
അപ്പം അതന്നെയാണ് കാര്യം. ബാങ്ക് അക്കൗണ്ട് എത്ര 45,000 വന്നു. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുക, എന്നിട്ട് ആ ലോസോ പ്രോഫിറ്റ് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യുക. എന്നിട്ട് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങോട്ട് പോകും, അത് P&L-ലേക്ക് പോകും. ഓക്കെ, ഇവിടെ രണ്ട് കേസിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് സെയിം ആണോ എന്ന് നോക്കാമല്ലോ നമുക്ക് ജസ്റ്റ്. സോറി, എമൗണ്ട് 16,560 രണ്ടും ഒരേ എമൗണ്ട് തന്നെയാണ് വരിക. 16ഉം 4,5ഉം കൂട്ടിയാൽ ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട് ഉള്ളതും, അതായത് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കേസും അതുപോലെ തന്നെ നോർമലായിട്ട് ചെയ്യുന്ന കേസിലുമുള്ള ഡിഫറൻസ് വരുന്നത്. സംഭവം അങ്ങ് മനസ്സിലായെന്നായിരിക്കുന്നു. ഇത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനെ കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ട് ഇല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് വലിയ പ്രശ്നമൊന്നുമില്ലാത്തതാണ്. അപ്പം ഇവിടെ രണ്ടാമത്തെ കേസിൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിലേക്കായിരിക്കും എന്തെന്ന് പറയുന്നത്, ഡിപ്രിസിയേഷൻ ഫുള്ള് ഇവിടേക്ക് വരും. ഡിപ്രിസിയേഷൻ ഇവിടെ എത്രയാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് അത് ഫുള്ള് ഇവിടേക്കായിരിക്കും വരിക. എന്നിട്ട് ടു മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട്, മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് എത്രയാണ് എമൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതായത് 80,000-ന്റെ മുകളിൽ എത്ര ഡിപ്രിസിയേഷൻ വരുന്നുണ്ടോ ആ ഡിപ്രിസിയേഷൻ ഇവിടുന്ന് എടുത്തിട്ട് എന്ത് ചെയ്യും, ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ഇടും. എന്നിട്ട് ബാലൻസ് ഇവിടെ ബാലൻസ് കിട്ടും. എന്നിട്ട് അങ്ങനെ ഇയർലി നോക്കി അങ്ങനെ ഡിപ്രിസിയേഷൻ എല്ലാം ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ക്യാരി ഡൗൺ 31,420 ഉണ്ട് ഇപ്പോൾ ഇതിൽ ബാലൻസ് ആയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ബാലൻസ് ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകും. എപ്പോഴാണോ മെഷീനറി ഡിസ്പോസ് ചെയ്യുന്നത് ആ ടൈമിലായിരിക്കും എന്ത് ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ നിന്ന് അത്രയും. അപ്പോൾ എത്ര വാല്യൂവിൻ്റെ മെഷീനറിയാണോ ഡിസ്പോസ് ചെയ്യുന്നത് ആ വാല്യൂവിൻ്റെ മെഷീനറിക്ക് എത്ര ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ടോ ആ ഡിപ്രിസിയേഷൻ എമൗണ്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് പോകും. എന്നിട്ട് ആ ഡിസ്പോസൽ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ആയി മാറും. അല്ലെങ്കിൽ ഡിസ്പോസൽ അക്കൗണ്ട് ഒന്നും യൂസ് ചെയ്യാത്തതാണെങ്കിൽ നേരെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നേരെ മെഷീനറി അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ടു മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അത്രയും വാല്യൂ എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ട് മെഷീനറിക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ അങ്ങനെ ചെയ്യുകയും ചെയ്യാം. അത് പ്രാക്ടിക്കലി അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഈ ഡിസ്പോസൽ അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോഷർ പർപ്പസിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിനും ഒക്കെ ഈ ഡിസ്പോസൽ അക്കൗണ്ട് വേണ്ടി വരും. ഓക്കെ, ഇതെന്താണ് സംഭവം എന്ന് ഏതാണ്ടൊരു മനസ്സിലായല്ലോ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി പിന്നൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.